ഞാൻ ജെയ്സ് ജോസ്. ഞാൻ ശിവദ. ഞാൻ അനീഷ്. My name is Behzad Khan. ഞാൻ ജിജു ജോൺ. ഹായ്, ഞാൻ ഐല ഉഷ. ഞാൻ നിങ്ങളുടെ സ്വന്തം മണിക്കുട്ടൻ. ഞാൻ ശിവജി ഗുരുവായൂർ. ഞാൻ മുരിയൻ മാർട്ടിൻ. My name is Michael Novikov. My name is Alex O'Neill. I'm Shubhangi Latkar. मैं नयन भट्ट. I'm Aishwarya Oja. My name is Adil. My name is Satyajit Sharma. ഞാൻ സാനിയ അയ്യപ്പൻ. ഞാൻ നന്ദു. ഞാൻ ബൈജു സന്തോഷ്. ഞാൻ നിങ്ങളുടെ സായ്കുമാർ. ഞാൻ സച്ചിൻ ഖേഡിക്കർ. ഫാദർ നെടുമ്പള്ളി എന്ന കഥാപാത്രം. I'm Nikhat Hegde. I'm Eric Ibani. കഥാപാത്രത്തിന്റെ പേര് സജനചന്ദ്രൻ എന്നാണ്. My name is Sukan Goyal. My name is Kishore. ഹലോ, ദിസ് ഇസ് കാർത്തികേയ. ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ. My name is Jivan Flynn. This is Andrea Chidra. ഞാൻ മഞ്ജു വാര്യർ. ഞാൻ ടൊവിനോ തോമസ്. I'm Abhimanyu Singh. നമസ്കാരം, ഞാൻ പൃഥ്വിരാജ്. ലൂസിഫർ ഫ്രാഞ്ചൈസിലെ സയ്യിദ് മസൂദ്. ലൂസിഫർ എന്ന സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം ആ സിനിമയുടെ അവസാന ഘട്ടത്തിൽ അയാൾക്ക് മറ്റൊരു പേരുണ്ടെന്നും അയാൾ ഭരിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും നിങ്ങളെ അറിയിച്ചു. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഖുറേഷി അബ്ര എന്ന ആ കഥാപാത്രവും അയാളുടെ ലോകവുമാണ് നിങ്ങൾ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെ ഖുറേഷി അബ്ര അയാളുടെ ലോകത്തിലെ പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഈ സിനിമ. ഖുറേഷി അബ്രാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന്റെ മുഴുവൻ കഥ ഒരുപക്ഷെ നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഈ ഫ്രാഞ്ചൈസിന്റെ ഈ ട്രിയോളജിയായി പറയാൻ പോകുന്ന ഈ കഥയുടെ മൂന്നാം ഭാഗവും കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗത്തിന്റെ അവസാനത്തിൽ മൂന്നാം ഭാഗത്തിലേക്കുള്ള ലീഡ് കൂടി കാണാൻ സാധിക്കും. എന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ ആയിട്ടാണ് ഞാൻ എമ്പുരാനെ കണക്കാക്കുന്നത്. അതിന്റെ രണ്ടാം ഭാഗം വളരെ ശ്രദ്ധയോടും വലിപ്പത്തിലും ചിത്രീകരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിലഭിനയിക്കുന്ന ഓരോ അഭിനേതാക്കളും അതിന്റെ ലൊക്കേഷനുമൊക്കെ അത്രയും പ്രാധാന്യം കൊടുത്താണ് സംവിധായകൻ ചിത്രീകരിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ വളരെ ശ്രദ്ധേയമായ ചിത്രമായിരിക്കും ഇത്. എമ്പുരാന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഖുറേഷി അബ്രാം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക്. ഒന്നാം ഭാഗത്തിൽ സ്റ്റീഫൻ പറഞ്ഞ പോലെ ചെകുത്താന്റെ സ്വന്തം നാട്ടിലേക്ക് എങ്ങനെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ സിനിമ. ആ വരവിനായി കാത്തിരിക്കൂ. ഞാനും കാത്തിരിക്കുകയാണ്. മാർച്ച് 27 എമ്പുരാൻ.